BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മൂന്നാം ഭരണമെന്ന LDF ലക്ഷ്യത്തിന് മങ്ങലേൽപ്പിക്കും എന്നുതന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകെ വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഏറ്റ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് കരകയറാൻ അത്ര എളുപ്പമാകില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി സംസ്ഥാനത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ ലക്ഷണമായിരുന്നു. എന്നാൽ CPM സംസ്ഥാന നേതൃത്വം ഇത് പാടെ തള്ളിക്കളയുകയായിരുന്നു. 4 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായി വിശേഷിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തകർന്നടിയുന്ന കാഴ്ച സംസ്ഥാനത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തിയത്. എന്നാൽ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം യാഥാർത്ഥ്യ ബോധ്യത്തോടെ വിലയിരുത്തിയാൽ ഇടതു മുന്നണിക്ക് തിരിച്ചടി വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. പല പ്രധാന ജില്ലകളിലും ഇപ്പോഴും LDFന് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കമുള്ളത്. പ്രാദേശിക ഘടകങ്ങളാണ് തദ്ദേശത്തിൽ വിധി നിർണ്ണയിക്കുന്നത്. അത് നിയമസഭാ ഫലത്തിന്റെ സൂചനയായി കാണാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ഒരിടത്തും സ്വാധീനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI ഉൾപ്പെടെയുള്ള ഇടതു മുന്നണിയിലെ ഘടകകക്ഷികളുടെ നിലപാടിനെയും വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചു. 10 കൊല്ലം മുന്നണിയിൽ ഒന്നിച്ചിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച ശേഷം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ എല്ലാ പഴിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഘടകകക്ഷികൾ ശ്രമിക്കുന്നത്. തോൽവി വരുമ്പോൾ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് കുതികാൽ വെട്ടിന് തുല്യമാണ്. ഭരണത്തിന്റെ നേട്ടങ്ങളിൽ പങ്കുപറ്റിയവർക്ക് തിരിച്ചടികളിലും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാന നിരീക്ഷണങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ അധികാരത്തിലെത്തും. പല ജില്ലകളിലും LDF ഇപ്പോഴും ശക്തമായ നിലയിലാണ്. തോൽവിയിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്ന ഘടകകക്ഷികളുടെ നിലപാട് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. ഒപ്പം മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. ലീഗ് മലപ്പുറം പാർട്ടിയാണെന്നും മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്തുവെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. താനൊരു വർഗീയവാദിയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തന്റെ ഉള്ളിൽ ജാതി ചിന്ത ഇല്ല എന്നും എന്നാൽ ജാതി വിവേചനം കാണിക്കുമ്പോൾ ആ ചിന്ത ഉണ്ടാകാറുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഇന്നേ വരെ ഉണ്ടാകാത്ത തിരിച്ചടി ലഭിച്ചപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ. ജില്ലാ പഞ്ചായത്തുകളിൽ മലപ്പുറം ഒഴികെ മറ്റെല്ലാം പിടിച്ചെടുക്കുമെന്നായിരുന്നു CPMന്റെ വിലയിരുത്തൽ. എന്നാൽ കൈവശമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തുകൾ കൂടി LDFന് നഷ്ടമാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. CPMന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉണ്ടായ മാറ്റമാണ് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കിയത്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷം പൂർണ്ണമായും ഇടതുപക്ഷത്തെ കൈയൊഴിയുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.